ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മാത്സിന് എങ്ങനെ 100-ൽ 100 മാർക്ക് കിട്ടാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം കേട്ടോ. എല്ലാവരും ശ്രമിച്ചാൽ കിട്ടാവുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. അപ്പോൾ അതിനെ പറ്റിയ ഒരു 5 ടിപ്സ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹൗ ടു ബിക്കം മാത്സ് ടോപ്പർ. ഇനി മാത്സ് എന്ന് പറയുന്ന ഒരു പേടി സ്വപ്നമേ അല്ലാതാക്കിക്കോട്ടോ. ഈ 5 ടിപ്പുകളൊന്ന് കണ്ടാൽ മതി. അതിലെ ഒന്നാമത്തെ ടിപ്പാണ് ഇക്വേഷൻസ്. നമ്മൾക്കറിയാം മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ അകത്ത് ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ അല്ലേ. മാത്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ തന്നെ എന്താ, അതൊരു ഇക്വേഷൻസ് ഉള്ളൊരു സബ്ജക്റ്റാണ്. ഒരുപാട് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഒരിക്കലും ഈ ഇക്വേഷൻസ് ഒന്നും കാണാപ്പാഠം പഠിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മളെ ഇപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുന്ന ടൈമിൽ ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു A4 ഷീറ്റ് എടുത്ത് വയ്ക്കുക. അതിലേക്ക് അന്നന്ന് പഠിപ്പിക്കുന്ന ഇക്വേഷൻസ് അന്നന്ന് തന്നെ ആ ബുക്കിലേക്കോ അല്ലെങ്കിൽ ഒരു A4 പേപ്പറിലേക്കോ നമ്പർ ഇട്ടിട്ട് എഴുതുക. എന്നിട്ട് ഡെയിലി കിടക്കുന്നതിൻ്റെ മുമ്പും പിന്നെ രാവിലെ എണീക്കുന്നത് ഈ ഇക്വേഷൻസ് ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ എത്ര ഇക്വേഷൻസ് ഉണ്ടോ ആ ഇക്വേഷൻസ് ഫുള്ള് നിങ്ങൾക്ക് കാണാപ്പാടമായിരിക്കും കേട്ടോ. പിന്നെ ഒരു കാലത്ത് നിങ്ങൾ ആ ഇക്വേഷൻസ് മറക്കില്ല. പല സ്റ്റുഡൻസിനെയും ഞാൻ കണ്ടിട്ടുണ്ട്, എക്സാമിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം മുമ്പായിരിക്കും അവർ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കാൻ എടുക്കുന്നത്. ആ ടൈമിൽ ഇക്വേഷൻസ് ഫുള്ള് നമ്മളിങ്ങനെ കാണാപ്പാഠം പഠിക്കും. ആ ഒരു കുറച്ച് നേരത്തേക്ക് നമുക്കിതൊക്കെ ഓർമ്മയുണ്ടാവും. പക്ഷേ എക്സാം ഹാളിൽ കയറി ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കിട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ള് ബ്ലാങ്ക് ആയിരിക്കും. കാരണം ഇതെല്ലാം കൂടി കറങ്ങി തിരിഞ്ഞ് ഒരു പരുവാവും. ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു മെത്തേഡ്. സോ സ്റ്റുഡൻസ്, നമ്മുടെ സെക്കൻഡ് ടിപ്പാണ് ഇത് കേട്ടോ. പല കുട്ടികളും ഞാൻ കണ്ടിട്ടുണ്ട്, മാത്സ് അവർ എല്ലാം വായിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. എഴുതി പഠിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെ എഴുതി പഠിക്കുന്നവർക്ക് എക്സാം ഹാളിൽ കയറുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മയുണ്ടാവും. പക്ഷേ മാത്സ് ഇങ്ങനെ വായിച്ച് പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് എക്സാം ഹാളിൽ കയറി കഴിയുമ്പോൾ ഒന്നും ഓർമ്മയുണ്ടാവില്ല. കാരണം മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമ്മൾ എഴുതി പഠിക്കേണ്ടത് തന്നെയാണ്. എന്തോരം എഴുതി പഠിക്കുന്നോ അത്രയും നമുക്കത് നല്ല ഓർമ്മയിലുണ്ടാവും. സോ സ്റ്റുഡൻസ്, നിങ്ങൾ മാക്സിമം മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എഴുതി പഠിച്ചിട്ട്, അതായത് നോക്കി എഴുതി പഠിച്ചിട്ടും കാര്യമില്ല കേട്ടോ. നിങ്ങൾ സ്വയം കാണാപ്പാഠം എഴുതി നോക്കുക. എവിടെയാണോ തെറ്റ് വരുന്നത് അവിടെ വീണ്ടും പോയി നോക്കുക. എന്നിട്ടത് മനസ്സിലാക്കി പഠിച്ചിട്ട് പോകാമെങ്കിൽ മാത്സ് നിങ്ങൾക്ക് നല്ല എളുപ്പമായിരിക്കും കേട്ടോ. സോ സ്റ്റുഡൻസ്, നമ്മുടെ മൂന്നാമത്തെ ടിപ്പാണ് നോട്ട് ബുക്ക്. അതായത് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന, അതായത് നമ്മുടെ ക്ലാസ്സിൽ ടീച്ചേഴ്സ് നോട്ട് എഴുതി പഠിപ്പിക്കുമല്ലോ. ആ ഒരു ടൈമിൽ നിങ്ങൾ ആ നോട്ടിൻ്റെ ഒപ്പം ഏതെങ്കിലും ഒരു കളർ പെൻ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു ബോക്സ് പോലെ അത് വരയ്ക്കുക. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആയിരിക്കണം ഈ ഒരു ബോക്സിൻ്റെ അകത്ത് നിങ്ങൾ വരച്ചിടേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് സെം എക്സാം വരുമ്പോഴോ അല്ലെങ്കിൽ ടെസ്റ്റ് പേപ്പേഴ്സിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും നിങ്ങളിങ്ങനെ പഠിക്കുമ്പോൾ ആ ഒരു പേജ് മറിച്ച് പോകുമ്പോൾ ആ ഒരു കളർ നിങ്ങളുടെ കണ്ണിൽ പിടിക്കുക. ആ ഇക്വേഷൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ ഉറയ്ക്കാൻ വേണ്ടിയിട്ടും അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി അപ്പോൾ എല്ലാവരും ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഒരു സെപ്പറേറ്റ് ഒരു പേരെടുക്കുക. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് വരുമ്പോൾ ഇതേപോലെ ഒരു ബോക്സിൽ വരച്ചിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സ്റ്റുഡൻസ്, നമ്മുടെ നാലാമത്തെ ടിപ്പാണ് ടൈം. നമുക്കറിയാം പല കുട്ടികളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മാത്സിന് പഠിച്ചിട്ട് ഓർമ്മയിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് മറന്നു പോകുവാണ്, സ്കൂളിൽ പോകുമ്പോഴത്തേക്കും മറന്നു പോകുവാണ്. ഇതൊക്കെയാണ് പല സ്റ്റുഡൻസും പറയുന്ന ഒരു കംപ്ലയിൻറ്റ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? പാടുള്ള സബ്ജക്റ്റ് കൂടുതൽ സമയം കൊടുത്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നാലാമത്തെ ടിപ്പും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി നമ്മുടെ 5ാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. 5ാമത്തെ ടിപ്പിൽ നമ്മൾ പിള്ളേർ കൂടുതൽ ഞാൻ കാണുന്നതാണ്, പിള്ളേരെല്ലാ ഇക്വേഷൻസും ഒക്കെ കാണാപ്പാടെ പഠിക്കും. അതേപോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യനും അതേപോലെ കാണാപ്പാടെ പഠിച്ചിട്ട് എക്സാമിന് പോകും. പക്ഷേ അവിടെ ചെല്ലുമ്പോഴാണ് നിങ്ങൾക്കിട്ട് പണി കിട്ടുന്നത്. കാരണം എന്താ, നമ്മൾ നോട്ട്ബുക്കിൽ പഠിച്ച ക്വസ്റ്റ്യനും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല എക്സാം ഹാളിൽ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം കാണാപ്പാടം പഠിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓരോ ക്വസ്റ്റ്യനും വരുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിച്ച് ലോജിക്ക് അനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇക്വേഷൻസ് ഇപ്പോൾ ഒന്നും അറിയില്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ഉണ്ടല്ലോ, അത് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് മാർക്കെങ്കിലും കിട്ടും. അതുകൊണ്ട് മാത്സ് മാത്രം, അതായത് ഇക്വേഷൻ അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒന്നും കാണാപ്പാഠം പഠിച്ചിട്ട് ആരും എക്സാം ഹാളിലേക്ക് ഓടിപ്പോവേണ്ട. നിങ്ങൾക്ക് വമ്പൻ പരാജയമായിരിക്കും ഉണ്ടാവുക. ഇക്വേഷൻസ് മാത്രം പഠിക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ചിട്ട് ഇക്വേഷൻ എഴുതി അങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് അത് ഒരുപാട് ഹെൽപ്പിംഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞ് ഈ 5 ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്താണെങ്കിലും നല്ല റിസൾട്ട് തന്നെ കിട്ടും. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.